ഒരിക്കൽ കൂടി പോവുകയാണ്. സുഹൈലി പറഞ്ഞതുപോലെ തന്നെ ഹോർമുസിലെ പ്രതിസന്ധി അത് വലിയ തിരിച്ചടിയാണ്. നേരത്തെ നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം പുരോഗമിക്കുന്ന സാഹചര്യത്തിലും അത് ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്, സൗഹൃദ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ആഗോളതലത്തെ അത് മൊത്തമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും പോകില്ല. പക്ഷെ നിലവിൽ ഹോർമുസിലെ പ്രതിസന്ധി അത് അങ്ങനെയല്ല. ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ യുദ്ധം അവസാനിക്കാൻ നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിർത്തി ഓയിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പരിശോധിക്കുമ്പോൾ 106 രൂപയാണ് കാണുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ആ പ്രതിസന്ധി എങ്ങനെയാകും നേരിടുക? ഒപ്പം ഈ കപ്പലുകൾ അവിടെ നിന്ന് കടന്നു പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു സമീപനം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? അനീഷ, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ബലാബലം അതാണ് യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അത് അമേരിക്കയിൽ ആഭ്യന്തര തലത്തിലുണ്ട്, അന്താരാഷ്ട്ര രംഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. മറുഭാഗത്ത് പക്ഷേ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി, അതിനുവേണ്ടി അവർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ആദ്യം ഇറാനിലെ ഭരണകൂടത്തെ തകർക്കുക, അവിടെ തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സർക്കാരിനെ സ്ഥാപിക്കുക എന്നുള്ളത്. ഈ രണ്ട് സമ്മർദ്ദവും ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറുഭാഗം ശക്തി ആർജിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് നിന്ന് ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ ഇറാനെ ചുട്ടുചാമ്പലാക്കാനും ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാനുമുള്ള എല്ലാ ആയുധങ്ങളും ഞങ്ങൾ സജ്ജമാക്കി വച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ട്രംപിന്റെ ഒരു അനുമതി മാത്രം മതി എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള മന്ത്രിമാർ തന്നെ പറയുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യത്തിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നത് സാമ്പത്തിക മേഖലയിലുള്ള സമ്മർദ്ദം കാരണമാണ്. എണ്ണവില ഉയരുന്നു. യൂറോപ്പിനും അതേപോലെ തന്നെ അമേരിക്കക്കും ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. അവിടെ എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, ഗ്യാസിൻ്റെ വിഷയത്തിലായിരുന്നെങ്കിലും അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ആ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ വെടിനിർത്തൽ എന്ന ഒരു വാചകവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ അപ്പോഴും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി യുദ്ധത്തിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. അമേരിക്ക ഏറ്റവും വലിയൊരു കടക്കണിയിലേക്ക് ഈ ആയുധങ്ങളുടെ ഭാഗമായി, യുദ്ധത്തിൻ്റെ ഭാഗമായി മാറും എന്നുള്ള നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയുടെ മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനെയാണ് സ്വീകരിക്കുക എന്ന ഊരാക്കുടുക്കിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴുള്ളത്. ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ നിന്നാൽ മറുഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആയിരുന്നാലും അതേപോലെ തന്നെ നാറ്റോ അംഗരാജ്യങ്ങളായിരുന്നാലും എല്ലാം ഡൊണാൾഡ് ട്രംപിനെ കൈവിടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പക്ഷേ അതിനുവേണ്ടി നെതന്യാഹു ഈ സാമ്പത്തികമായ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് ലോബി ശക്തമാണ്. അവരും ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിയുന്നു. അപ്പോൾ ഈ തുടങ്ങിവെച്ച യുദ്ധം തുടങ്ങാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെയാണ്. പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ആഗോളതലത്തിൽ നടക്കുന്നത്. ഈ ചർച്ചയിൽ എന്തെങ്കിലും ഫലം കാണുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഒരു തലത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് BK സുഹൈലും ഒപ്പം തന്നെ MC നാസറുമാണ്. വാർത്തകൾ